ഹലോ, 2 മിനിറ്റ് കൊണ്ട് നമുക്കൊരു വെറൈറ്റി മെഴുക്കുരുട്ടി തയ്യാറാക്കിയാലോ? ഇതിനായി നമുക്ക് കുറച്ച് ക്യാരറ്റും കുറച്ച് വെണ്ടയ്ക്കയും മാത്രം മതി. ആദ്യമേ തന്നെ നമുക്ക് ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് നന്നായി ഒന്ന് തിരുമ്മി പിടിപ്പിക്കണം. വെണ്ടയ്ക്കയുടെയും ക്യാരറ്റിൻ്റെയും എല്ലാ ഭാഗവും എത്തുന്ന രീതിക്ക് നന്നായി ഒന്ന് തിരുമ്മി പിടിപ്പിക്കണം. ഞാനിവിടെ വെണ്ടയ്ക്കയും ക്യാരറ്റും നീളത്തിലാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത് കേട്ടോ. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് വെണ്ടയ്ക്കയുടെ കളറ് ചേഞ്ച് ആവാതെ നല്ല കളറിൽ തന്നെ കിട്ടും. ഇനി മെഴുക്കുരുട്ടി ഉണ്ടാക്കാൻ ആവശ്യമായ പാത്രം വെച്ച് അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. പിന്നീട് നമ്മൾ തിരുമ്മി വെച്ചിരിക്കുന്ന വെണ്ടയ്ക്കയും ക്യാരറ്റും ഇതിലേക്കൊന്ന് നന്നായി നിരത്തി വെച്ച് കൊടുക്കാം. ഇനി ചെറിയ തീയിൽ നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. ഇടയ്ക്കൊന്ന് തുറന്ന് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. എരിവിന് 2-3 പച്ചമുളക് കൂടെ ചേർത്താൽ കുറച്ചുകൂടെ ടേസ്റ്റ് കിട്ടും കേട്ടോ. ഇതെനിക്ക് കുറച്ച് നാളുകൾക്ക് മുമ്പ് എൻ്റെ ഒരു ഫ്രണ്ട് സജസ്റ്റ് ചെയ്ത് തന്നതാണ് കേട്ടോ. എന്നാൽ പിന്നെ ഒന്ന് ഉണ്ടാക്കി നോക്കാമെന്നും കരുതി. ഉണ്ടാക്കിയപ്പോഴോ നല്ല ടേസ്റ്റുമാണ്, ഒരു വെറൈറ്റിയും ഉണ്ട്. ഈ സമയം കൊണ്ട് നമ്മളിവിടെ എല്ലാ സൈഡും ഒന്ന് തിരിച്ച് മറിച്ച് ഇട്ടൊന്ന് വഴറ്റി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു പിടി തേങ്ങ കൂടി ഒന്ന് ചേർത്ത് കൊടുക്കണം. തേങ്ങ ഇട്ടതിന് ശേഷം നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. കൂടെ തന്നെ കുറച്ച് കറിവേപ്പില കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ കറിവേപ്പില കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം. എന്നിട്ട് ഒരു കുറച്ച് നേരം നമുക്ക് അടച്ച് വെക്കാം. ഇത്രയേ ഉള്ളൂ. അങ്ങനെ നമ്മുടെ മെഴുക്കുവരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. രാവിലത്തെ ഒത്തിരി ജോലിക്കിടയിൽ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാവുന്ന ഒരു മെഴുക്കുവരട്ടിയാണ് കേട്ടോ. അപ്പോഴെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയതിന് ശേഷം അഭിപ്രായം പറയണം കേട്ടോ. ഇനി നമുക്ക് മറ്റൊരു വീഡിയോയുമായി കാണാം. താങ്ക്